ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നൊരു ബുക്ക് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചെറുതിലേക്ക് ഒരുപാട് പുസ്തകം വായിക്കായിരുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്ക് വെച്ച ഹാബിറ്റ് പോയി. ഇപ്പോൾ തന്നെ ഞാൻ പിന്നെയും ആ ഹാബിറ്റ് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2019 തൗസൻഡ് സ്പ്ലെൻഡിഡ്സ് ആണെന്നൊരു ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബുക്ക് വായിച്ചപ്പോഴാണ് എനിക്ക് ശരിക്കും ഞാൻ എത്രത്തോളം റീഡിങ് ഹാബിറ്റ് ഞാൻ മിസ് ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതിനുശേഷം ഞാൻ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ വായിക്കുമായിരുന്നു. ഈ ഇടയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബുക്കിനെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് ദ മിഡ് നൈറ്റ് ലൈബ്രറി ബൈ മാറ്റ് ഹേഗ്. അപ്പോൾ മാറ്റ് ഹേഗിൻ്റെ ആദ്യമായിട്ടാണ് ഞാൻ മാറ്റ് ഹേഗിൻ്റെ ഒരു പുസ്തകം വായിക്കുന്നത്. അപ്പോൾ ഇതൊരു ഫാൻറ്റസി കൈൻഡ് ഓഫ് മോട്ടിവേഷണൽ ബുക്കാണിത്. ഞാൻ വായിച്ചിട്ടൊരു 7/10 കൊടുക്കും ഈ ബുക്കിന്. തൗസൻഡ് സ്പ്ലെൻഡിന് 10/10 ആണ് കൊടുക്കും. ദാറ്റ് ഈസ് മൈ സ്റ്റാൻഡേർഡ്. ലൈക്ക് തൗസൻഡ് സ്പ്ലെൻഡിഡ്സ് ആണ് എൻ്റെ 10 എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഐ ഗിവ് ഇറ്റ് 7. ബട്ട് ഇത് സിമ്പിൾ റീഡാണ്, നമുക്ക് പെട്ടെന്ന് വായിച്ച് തീർക്കാൻ പറ്റും. ബേസിക്കായിട്ട് എൻ്റെ ക്യാരക്ടർ പറയുന്നത് നോറ സീഡ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ്, ഒരു പെൺകുട്ടിയാണ് ഉള്ളത്. അപ്പം നോറ സീഡിന് ലൈഫിൽ ഒരുപാട് ഇഷ്യൂസൊക്കെ ആയിട്ട് സൂസൈഡ് ചെയ്യേണ്ടി വരുന്നു. അപ്പം സൂസൈഡ് ചെയ്യുന്ന സമയത്ത് നോറ ആക്ച്വലി മരിക്കുന്നില്ല. ലൈഫിനും ഡെത്തിനും ഇടയിൽ പെട്ടുപോയിട്ട് ഒരു ലൈബ്രറിയിൽ, മിഡ് നൈറ്റ് ലൈബ്രറി എന്ന് പറയുന്ന അവിടെ പെട്ടുപോവുകയാണ്. അപ്പോൾ അവിടെ ഒരു പണ്ടത്തെ ടീച്ചർ, അതായത് നോറയുടെ പണ്ടത്തെ ടീച്ചറായിരുന്ന മിസ് എൽമിനെ കാണുകയും മിസ് എൽം പറയുന്നത്, ഇതിവിടുത്തെ ഓരോ പുസ്തകവും നിൻ്റെ ഓരോ റിഗ്രറ്റാണ് എൻ്റെ ലൈഫിൽ. അപ്പോൾ അതൊക്കെ നിനക്ക് മാറ്റാനുള്ള ചാൻസ് ഞാൻ തരാം. അപ്പോൾ ഈ ഓരോ പുസ്തകം നീ എടുക്കുമ്പോഴും നിൻ്റെ ഓരോ റിഗ്രറ്റാണ്, അത് നിനക്ക് പോയി ജീവിക്കാൻ പറ്റും. ബട്ട് അതൊരു എക്സ്പയറി ഉണ്ടായിരിക്കും. ബട്ട് ആ റിഗ്രറ്റ് നിനക്ക് മാറ്റാനുള്ള ചാൻസ് ഞാൻ തരാം. അങ്ങനെ നോറ ഓരോരോ പുസ്തകം എടുക്കുകയും അവിടെ ചെന്നിട്ട് ആ ലൈഫ് ജീവിക്കുകയും എന്നിട്ട് തിരിച്ചു വരികയും ചെയ്യുന്നു. അപ്പോൾ ഇതിൽ റിഗ്രറ്റ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു റിഗ്രറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്വിമ്മിങ്, ഒരു ഒളിമ്പ്യൻ ആവാൻ പറ്റിയില്ല എന്നുള്ളതായിരുന്നു. പിന്നെ വേറൊരു ലൈഫിൽ അച്ഛനുമുണ്ട്, അമ്മയുണ്ട്, ബ്രദറായിട്ട് നല്ല കോണ്ടാക്റ്റ് ഉണ്ട്, ചിലതിൽ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഓസ്ട്രേലിയയിൽ പോകുന്നുണ്ട്. അപ്പം അങ്ങനെ കുറേ റിഗ്രറ്റ്സ് എല്ലാം നോറ മനസ്സിലാക്കി തിരിച്ചു വരുന്നു. പക്ഷെ അപ്പോഴും നോറയ്ക്ക് ആക്ച്വലി ഒരു ഹാപ്പിനെസ് ഇല്ല. നോറ മനസ്സിലാക്കുന്നത് ഏത് ലൈഫ് എടുത്താലും അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് നോറ മനസ്സിലാക്കുന്നു. മിസ് എല്ലാം പറയാണ്, നിനക്ക് വേണമെങ്കിൽ ഫ്യൂച്ചറിലുള്ള നിൻ്റെ ലൈഫ് വേണമെങ്കിലും നിനക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നോറ അത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നോറ മനസ്സിലാക്കുന്ന, നോറ കല്യാണം കഴിഞ്ഞിട്ട് ആ ഒരു കുട്ടിയുണ്ട്, നല്ലൊരു ഹസ്ബൻഡ് ഉണ്ട്. പക്ഷെ എന്നിട്ടും നോറ മനസ്സിലാക്കിയ കാര്യം, നോറയുടെ റിയൽ ലൈഫിൽ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും, ചെറിയ ചെറിയ കാര്യങ്ങൾ നോറ മനസ്സിലാക്കിയില്ല എന്നുള്ളത് നോറ പിന്നെയാണ് അത് മനസ്സിലാക്കുന്നത്. അപ്പോൾ നോറ ആക്ച്വലി ചെയ്തുകൊണ്ടിരുന്ന കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്, ദാറ്റ് മെയ്ഡ് ബിഗ് ഇമ്പാക്റ്റ് ഓൺ സം അതർ പീപ്പിൾസ് ലൈഫ്. അപ്പം നോറയുടെ ലൈഫ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളത് നോറ മനസ്സിലാക്കുന്നത് ആക്ച്വലി സൂസൈഡ് കഴിഞ്ഞിട്ടാണ്. അത് മനസ്സിലാക്കി നോറ തിരിച്ചു വരാൻ ശ്രമിക്കുന്നതൊക്കെയാണ് അവസാനത്തെ നമ്മളെ ക്ലൈമാക്സിൽ പറയുന്നത്. പക്ഷെ ഞാനത് ഫുള്ളായിട്ട് പറയുന്നില്ല, ബിക്കോസ് ഞാൻ എൻ്റെ സ്പോയിലർ ഓൾറെഡി ഞാൻ കുറേ പറഞ്ഞു. ബട്ട് ഞാൻ സ്പോയിലർ ഞാൻ തകർക്കുന്നില്ല. ബട്ട് എവറിബഡി ഷുഡ് റീഡ് ദിസ് ബുക്ക്. ഐൽസ് ഇതിൻ്റെ ഒരു കോട്ട്, കുറേ കോട്ട്സ് ഉണ്ട് ഈ ബുക്സിൽ. എനിക്കതിൽ കുറേ ഇഷ്ടപ്പെട്ട കുറേ കോട്ട്സൊക്കെ ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എന്താണെന്ന് പറയുന്നില്ല. അപ്പോൾ ഓൾറെഡി ബുക്ക് വായിച്ചവരാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോട്ട്. എനിക്ക് ഇഷ്ടമായ ഒരു കാര്യം എന്ന് പറയുന്നത് അതൊരു ലെസൺ ആണ്, നമ്മുടെ കൈൻഡ്നെസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഗോ ലോങ് വേ. നമ്മൾ പോലും അറിയാണ്ട് മറ്റുള്ള ലൈഫ് നമ്മളുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്നൊക്കെ ഈ ബുക്കിൽ നന്നായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ബുക്ക് വായിക്കുക, എന്നിട്ട് അഭിപ്രായം പറയാം. മാറ്റ് ഹേഗിൻ്റെ തന്നെ വേറെ 1-2 ബുക്സ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ലൈക്ക് ആൻഷ്യസ് പീപ്പിൾ ബൈ മാറ്റ് ഹേഗ്. ഇത് ഞാൻ നെക്സ്റ്റ് റീഡാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വായിക്കാൻ പോകുന്ന ആസ് ലോങ് ആസ് ദ ലെമൺ ഗ്രോസ്, ഈ ബുക്ക് ഞാൻ വായിക്കാൻ പോവുകയാണ്. ഇതൊക്കെ വായിച്ച് ഞാൻ റിവ്യൂ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ബുക്കിൻ്റെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ഡൗൺ. ഞാനത് റിവ്യൂ ചെയ്ത് അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഫോർ ടുഡേ. ബൈ.